ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ട്രോമ ബോണ്ടിങ്ങിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഒരാളോട് ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കുക. അയാൾ ചതിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയ്ക്കും ഇഷ്ടം. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാവണം അയാൾ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾക്ക് വേറൊരു റിലേഷൻ ഉണ്ടെന്ന്. ഇങ്ങനെ മനസ്സിലാകുമ്പോഴും നിങ്ങൾക്ക് ഒരിക്കലും പിന്മാറാൻ പറ്റാത്ത ആ അവസ്ഥയാണ് ട്രോമ ബോണ്ടിങ്. ഈ അവസ്ഥയിൽ നിങ്ങൾ അയാളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് കാല് പിടിക്കാൻ തയ്യാറാവും. അയാൾ ഇത്രയും ചതിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും അയാളുടെ സ്നേഹം ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് നിങ്ങൾ അയാളുടെ കാല് പിടിക്കാൻ തയ്യാറാവും. ഇതിനെ ട്രോമ ബോണ്ടിങ് എന്ന് പറയും. ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അവർ നല്ല ലവ് ബോംബിങ് സ്റ്റേജിൽ ഭയങ്കര സ്നേഹം കാണിക്കും. പിന്നെ അവർ സ്നേഹം കുറച്ചുകൊണ്ട് വരും, പിന്നെ കൂട്ടിക്കൊണ്ടുവരും, പിന്നെയും കുറച്ചുകൊണ്ട് വരും. ഹോട്ട് ആൻഡ് കൂൾ. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ആദ്യം ഒരു നല്ല സ്നേഹം കാണുന്നു, പിന്നെ അതുപോലെ ഒരു അത്രയ്ക്കും ഈ ചതിക്കുന്നൊക്കെ നമ്മൾ നേരിൽ കാണുക അല്ലെങ്കിൽ അറിയുകയൊക്കെ ചെയ്യുന്നു. പിന്നെ അവർ അതേപോലെ സ്നേഹം കാണിക്കുന്നു. അങ്ങനെ 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 ബ്രെയിനിൽ ഈ ഒരു ഹോട്ട് ആൻഡ് കൂൾ മാറി 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 വരുമ്പോൾ വരുന്നൊരു പ്രതിഭാസമാണെന്ന് പറയാം ഈ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. ട്രോമ ബോണ്ടിങ്ങിൽ പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വരിക എന്നാണ്. എന്ത് ചീറ്റുകൾ ചെയ്തോട്ടെ അല്ലെങ്കിൽ അവർ ചെയ്തോട്ടെ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥ. വീണ്ടും വീണ്ടും അവർ തന്നെ നമ്മുടെ ലൈഫിൽ വേണം, എത്ര ചതിച്ചോട്ടെ എന്നാലും നമ്മുടെ ലൈഫിൽ വേണം എന്ന് വിചാരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ട്രോമ ബോണ്ടിങ് എന്ന് പറയും. ഒരു നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിലാണ് ഈ ട്രോമ ബോണ്ടിങ് സംഭവിക്കുന്നത്.